ഇവിടെ ഭാസ്കർ സാറ് സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ അവസാന സ്റ്റേജിലാണ് ഞാനിതിൽ വരുന്നത്. ശരിക്കും അവിടെ ബഹ്റിനിൽ വെച്ച് അദ്ദേഹത്തെ പരിചയപ്പെടാനും അവിടെ ചെയ്ത ഒരു ഷോർട്ട് ഫിലിമിൽ ഒരുമിച്ച് അഭിനയിക്കാനും സാധിച്ചതാണ്. അദ്ദേഹം അവിടെ 2 ഷോർട്ട് ഫിലിം അവിടെ ചെയ്തിട്ടുണ്ട്, ബഹ്റിനിൽ ചെയ്തിട്ടുണ്ട്. സ്റ്റാർസ് ഇൻ ദ ഡാർക്ക്നെസ് എന്ന് പറഞ്ഞൊരു സിനിമ, അതുപോലെ തന്നെ അച്ഛൻമാഷ്, ഞാൻ അഭിനയിച്ച അച്ഛൻമാഷ് എന്ന് പറഞ്ഞ സിനിമ. ഇത് രണ്ടും ഒന്നിൽ ഞാൻ അഭിനയിച്ച് അതുകൊണ്ടാണ് മാത്രമല്ല പറയുന്നത്, രണ്ടും നല്ല പെർഫെക്ഷനുള്ള ഫിലിംസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതില് ഞാനിതിൽ ഒരു സീനും ഒരു ബൈ സീനും മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ സിനിമ നന്നായിരിക്കും എന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നു, ആശിക്കുന്നു. ഇത് ഒരു വിജയമായാൽ ഇതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹം നവാഗതനാണ്. അതുപോലെ തന്നെ നവാഗതരായ ഒരു ഒറ്റ ചെറുപ്പക്കാരുണ്ട് ഇതിൻ്റെ പറയുന്നത്. അപ്പോൾ ഇത് വിജയിച്ചാൽ തീർച്ചയായിട്ടും നേട്ടം അവർക്കുള്ളതായിരിക്കും. ഇതിന്റെ ഇത് വിജയിക്കുകയാണെങ്കിൽ അതിന്റെ കാരണവും അവർ തന്നെയായിരിക്കും. എന്നെപ്പോലെ ദേശപണിക്കർ പോലുള്ള പോലുള്ള ആളുടെ കോൺട്രിബ്യൂഷൻ അല്ല, അത് അവരുടെ കോൺട്രിബ്യൂഷനാണ്. കാരണം അവരത്രയും സ്ട്രെയിൻ എടുത്ത് അവർ സിൻസിയറായിട്ട് അവർ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടത് വെച്ചിട്ട് അവർ വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാ ക്രെഡിറ്റും ഇതിന്റെ അഭിനയത്തിന്റെ സൈഡിൽ നിന്ന് അവർക്ക് തന്നെയാണ്. പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസറായിട്ട് വന്ന ഇതൊരു അവതാരം പോലെ വന്ന മനുഷ്യനാണ് ഭാസ്കർ സാറ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എന്നും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു.